റംലാൻ മാസത്തിലെ ആദ്യത്തെ വർക്കായിരുന്നു കേട്ടോ ഇന്നത്തെ. 3:30 എന്നോട് എത്താൻ പറഞ്ഞത്. 3:15 ഞാൻ സ്ഥലത്ത് എത്തിയിരുന്നു കേട്ടോ. ഞാൻ ഇവിടേക്ക് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വരുമ്പോഴും അതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ഇന്ന് മെഹന്തി ഇടാൻ പോകുന്നത്. ആ സ്ഥലം നോക്കാനാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്ഥലമൊക്കെ നോക്കി അവിടെ എല്ലാം ഒന്ന് സെറ്റ് ആക്കിയ ശേഷം വീണ്ടും റിസപ്ഷൻ ഏരിയയിൽ വന്നിട്ട് ഞാൻ എവിടെ ഇരുന്നു. അവരിപ്പൊ വിളിക്കും എന്നിട്ട് കാത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ബ്രൈഡ് റെഡിയായി എന്ന് പറഞ്ഞ് വിളിച്ചത്. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലം ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രൈഡ് എത്തിയതിനു ശേഷം ചില ചടങ്ങുകൾ ഉണ്ടായി അവർക്ക്. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് മെഹന്തി ഇടാൻ തുടങ്ങിയത്. ഡിസൈനൊക്കെ നേരത്തെ തന്നെ ബ്രൈഡ് കാണിച്ചു തന്നിരുന്നു. ആൾക്ക് ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, നെഗറ്റീവ് ഫീലിംഗ് വരുന്ന ഡിസൈന് വേണ്ടെന്നായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് മെഹന്തി കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ 2 സൈഡ് ഇട്ടപ്പോഴേക്കും ഈ ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടിയത്. അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴൊക്കെ ഒരു സെറ്റ് തന്നെ ഗ്രൂമിന്റെ അമ്മ എനിക്ക് തന്നിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ എന്റെ ആദ്യത്തെ നോമ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് തുറന്നത്. ബ്രൈഡ് ചൂസ് ചെയ്തത് കാലിലേക്ക് ഒരു സിമ്പിൾ മിനിമൽ ഡിസൈൻ ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ഡിസൈൻ. ഈ ഒരു റെഫറൻസ് ആണ് കാണിച്ചത്, അതുപോലെ തന്നെ ചെയ്തു കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ള് കഴിഞ്ഞ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാർക്കിംഗിലേക്ക് എത്തിയിട്ട് നമുക്ക് വീണ്ടും വിളിക്കുന്നു. ബ്രൈഡിന്റെ മെഹന്തി കുറച്ച് സ്മഡ്ജ് ആയി പോയത്. അങ്ങനെ വീണ്ടും പോയി ഒന്ന് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.